നമുക്ക് ഈ സമയത്ത് ലൈവായി തത്സമയം മദീനയിൽ നിന്ന് നമ്മുടെ മദീന ഇസ്ലാഹി സെൻറ്റർ പ്രവർത്തകൻ സെക്രട്ടേറിയറ്റ് അംഗമായ യഹ്യ പള്ളുരുത്തി അദ്ദേഹം നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. നമ്മൾ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. എന്തൊക്കെയാണ് യഹ്യാക്ക, സുഖല്ലേ? നല്ല വിശേഷം, അൽഹംദുലില്ലാഹ്. മാഷാ അല്ലാ. അപ്പോൾ മദീനയിലാണോ ഇപ്പോൾ ഉള്ളത്? അതെ. നാട്ടിൽ എവിടെയാണ്? ഒന്ന് പരിചയപ്പെടുത്തിയാൽ ഉപകാരമായിരുന്നു. നാട്ടിലെ എറണാകുളം ജില്ല പള്ളുരുത്തി. എന്താണ് മദീനയിൽ എന്താണ് ജോലി ചെയ്യുന്നത്? ഷോപ്പാണ്. ഞാനിപ്പോ ഷോപ്പിലുള്ളത്. അതെ, ബക്കാല അല്ലേ? 30 വർഷമായിട്ട് ഈ കടയിൽ തന്നെയാണ് വർക്കും കാര്യങ്ങളൊക്കെ. ഓക്കെ. എങ്ങനെ ജീവിതത്തിൽ ഹജ്ജ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ടാകും അല്ലേ? അൽഹംദുലില്ലാഹ്. മദീനയിൽ ഏത് ഭാഗത്താണുള്ളത്? ഉഹുദിന്റെ പുറകിലായിട്ട് വരും. ഇവിടെ നോക്കിയാൽ ഉഹുദ് മല ഇങ്ങനെ കാണാം. മാഷാ അല്ലാ. ഓക്കെ. എന്താണ് നമ്മളിപ്പോ അറഫ ദിനത്തിലാണുള്ളത്. ഹജ്ജാജിമാർ അവിടെ സംഗമിക്കാനുള്ള സമയത്തിലാണുള്ളത്. ലോകം മുഴുവൻ മക്കയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എന്താണ് ഒരു പഴയകാല ഹജ്ജുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവമായി പങ്കുവെക്കാനുള്ളത്? മാഷാ അല്ലാഹ്. പഴയ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ കൂടെ ഇത്രയും സ്ട്രിക്റ്റ് അന്ന് ഉണ്ടായിരുന്നില്ല. പോവാനൊക്കെ തസ്ലീഹിന്റെ ഒരു വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല. അതെ. അപ്പോ കുറഞ്ഞ പൈസ കൊണ്ട് നമുക്ക് ഹജ്ജിന് പോകാൻ പറ്റുമായിരുന്നില്ല. ഒരു കുറഞ്ഞ 200 റിയാൽ കയ്യിലുണ്ടെങ്കിൽ മദീനയിൽ ഒരു 200 റിയാൽ കൊടുത്ത വണ്ടിക്ക് അറിയാലേ ഹജ്ജിന്റെ സമയത്ത് കുറച്ച് പൈസ കൂടുതലായിരിക്കും. അവരവിടെ മദീനത്തെ എത്തിക്കും. പിന്നെ അവിടെ നമുക്ക് മിനയിലൊക്കെ എവിടെയും താമസിക്കാം, എവിടെയും പായ വിരിച്ച് കിടക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴത്തെ പോലെ അല്ല. ഇപ്പോഴാണ് ഇപ്പൊ ശരിക്കും പറയാം ഈ നിയമം നല്ലൊരു നിയമമാണ്. പക്ഷെ അന്ന് ആ ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെയും കിടക്കാം. നമ്മൾ ലഗേജ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എപ്പോഴും. പ്രത്യേകിച്ച് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂല. പിന്നെ ചില സമയത്ത് പള്ളി അവിടെ ഫസ്റ്റ് സൈഫിലധികം കിടക്കുന്നത് മിനയില്. ചില സന്ദർഭങ്ങളിൽ റോട്ടിൽ തന്നെ ആയിരിക്കും പായ വിരിച്ച് കിടക്കുന്നത്. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാലേ, എന്റെ കൂടെ എന്റെ മാതാവ് ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു, കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മിനയില് നമ്മൾ എത്തിയ സന്ദർഭത്തില് ഒരു ടെന്റ് കയ്യിലുണ്ടായിരുന്നു. അപ്പൊ മലയുടെ അടുത്ത താഴെയായിട്ട് ഒരു ടെന്റ് വെച്ചിട്ട് അതിന്റെ അകത്ത് നമ്മൾ ഇരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അൽബൈക്ക് വാങ്ങിച്ചോണ്ട് അകത്ത് കഴിച്ചോണ്ടിരിക്കുന്ന സന്ദർഭത്തില് പുറത്ത് മഴയുണ്ടായിരുന്നു, ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. അത് വലിയ കാര്യമാക്കിയില്ല. പക്ഷെ ശക്തമായിട്ട് ഉള്ളൊരു ഇത് കേട്ടപ്പോഴൊന്ന് ടെന്റിന് തുറന്നു നോക്കിയപ്പോഴാണ് ഒരവസ്ഥ. ഏതോളം എത്ര മുട്ടോളം വെള്ളം ആണ് പുറത്ത്. ശരിക്കും നമ്മൾ ഓരോരുത്തർ എണീറ്റ് ടെന്റ് കൊണ്ട് ഒഴുകി പോയി. ടെന്റും നമ്മൾ കൂടുവെള്ള ലഗേജും എല്ലാം ഒഴുകി പോയി. അവനെ കൊണ്ടുവരുന്നൊരു അറബി അതൊക്കെ പോയി. അതുകൊണ്ട് പോലീസുകാരൊക്കെ വന്ന് എല്ലാവരും പിടിച്ച് കയറ്റും. തൊട്ട് മുകളിൽ തന്നെ വേറൊരു ടെന്റ് ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് കയറ്റി. അപ്പൊ അതൊരു വല്ലാത്തൊരു അനുഭവം വരുന്നുണ്ട്. അതെ, പഴയ കാലത്ത് ഇതുപോലെ കുറേ പ്രയാസങ്ങൾ പല ഹാജിമാരും നമ്മളോട് അയവർക്കാറുണ്ട്. ഇപ്പം ഇന്ന് ആധുനിക സൗകര്യങ്ങൾ വർദ്ധിച്ചു. അതിൻ്റെ ഒരു സുഖം 2 സൗകര്യങ്ങളാണ് അല്ലേ? അവിടുത്തെ നിയമം കർശനമാക്കിയത് കൊണ്ട് തന്നെ ഹാജിമാർക്ക് സുഖകരമായിട്ട് എന്ത് ചെയ്യാം, ഹജ്ജ് നിർവഹിക്കാനുള്ള വലിയൊരു സാഹചര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. മറ്റേ നമ്മള് മിനയിൽ നടന്നു പോകണമല്ലോ. അതെ, മിനയിൽ നിന്ന് നടന്ന് ഇപ്പൊ അറഫയിലേക്ക് പോയി. ശരിക്കും ആ പോകുന്ന സമയത്ത് കുറെ അനുഭവങ്ങൾ ഈ ഈജിപ്ഷ്യൻ സ്ത്രീകളൊക്കെ പ്രായമുള്ളവരൊക്കെ തന്നെ നമ്മുടെ ചെറിയ ലഗേജ് ആയിരിക്കും. പക്ഷെ നമുക്കത് ചുമകൊണ്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എത്ര കിലോമീറ്റർ നടക്കണമല്ലോ. പക്ഷെ നമ്മളെ കൂടെ ഈജിപ്ഷ്യൻ സ്ത്രീകള് പ്രായമുള്ളവരാണ്. അവര് 2 കയ്യിലും ലഗേജ് ഉണ്ടാവും, തലയിലോട്ട് ലഗേജ് ഉണ്ടാവും. തലയിൽ ലഗേജ് ഉണ്ടാവില്ല. അവര് ഇങ്ങനെ കൂളായിട്ട് നടന്നു പോകണതാണ്. നമുക്കത് കാണുമ്പോൾ അത്ഭുതമായിരിക്കും. വല്ലാത്തൊരു അനുഭവം തന്നെയാണ്.
ഓക്കെ. എന്താണ് മദീനയിൽ എന്താണ് നമ്മുടെ ഹാജിമാരുമായിട്ടുള്ള അനുഭവങ്ങൾ എന്താണ്? മദീനയില് അൽഹംദുലില്ലാഹ് വളരെയധികം ബന്ധപ്പെടാൻ പറ്റിയിട്ടുണ്ട് ഹാജിമാരായിട്ട്. പിന്നെ ഈ ഗവൺമെന്റ് ഹാജിമാരായിട്ട് വരുമ്പോഴേ ഗവൺമെന്റ് കീഴിൽ വരുന്നവർക്ക് ഇവിടെ ഭക്ഷണത്തിന്റെ ഒരു വിഷയമൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് പൈസ കൊടുക്കും, ഭക്ഷണം പുറത്ത് വാങ്ങിച്ചിട്ട് കഴിക്കണം. അപ്പൊ ആ ഒരു അവസ്ഥയില് ഹാജിമാർക്ക് കുറെ ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇവിടെയുള്ള പല ഫാമിലികളും ചെയ്യുന്നത് പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്റെ കുടുംബത്തിൽ ഇവിടെ എന്റെ ഫാമിലി 10-15 വർഷമായിട്ട് കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു. അപ്പൊ നമുക്ക് കുറച്ച് അൽഹംദുലില്ലാഹ് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യുന്ന സന്ദർഭത്തിൽ ഹാജിമാരുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു പ്രാർത്ഥനയും അവരുടെ ആ ഒരു സ്നേഹവും ഇഷ്ടമൊക്കെ നമ്മൾ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഞാനിപ്പോ ഇവിടെ 30 വർഷത്തോളമായി അൽഹംദുലില്ലാഹ്. ഇത് 30 വർഷം നമുക്ക് ഇവിടെ നിന്ന് പോകാൻ ചില കാരണങ്ങൾ ഒരു പക്ഷെ നമ്മള് അന്ന് ചെയ്ത ചില അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരിക്കാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും അതുപോലെ കാര്യം ചെയ്യുന്ന ആഗ്രഹമുണ്ട് ഫാമിലിനെ ഇവിടെ നിർത്തിക്കൊടുക്കും. കുറച്ച് സാഹചര്യം കുറവായതുകൊണ്ട് അവർ നാട്ടിലാണ്. ഇൻഷാ അല്ലാഹ് അവരിങ്ങനെ വരുമ്പോൾ ഇനിയും സേവനങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇപ്പോഴും ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ, കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ ഇവിടെ മദീനയിലെന്ന് വെച്ചാല് ഡോക്ടർ അഷ്റഫ് മൗലവി അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ ഒരു കാലഘട്ടത്തില്, കാരണം നമ്മളെ കൂടെ പോകുന്ന നമ്മളെക്കാൾ ആവേശത്തോടു കൂടി ക്ലാസ് എടുക്കുന്ന അവരിലേക്ക് തൗഹീദ് എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചൊരു മാന്യ അദ്ദേഹമാണ് ഡോക്ടർ അഷ്റഫ് മൗലവി. അദ്ദേഹം ഇപ്പൊ സുഖലായിരിക്കും, പ്രത്യേകം എല്ലാവരും പ്രാർത്ഥിക്കുകയും വേണം. അപ്പൊ അത് ഓരോ കയറിയിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടിയുള്ള ഒരു ആവേശവും കാര്യങ്ങളും അങ്ങനെ ഇവിടെ നിന്ന് കിട്ടുന്ന മദീനയിൽ നിന്ന് കിട്ടുന്ന തൗഹീദിന്റെ ആ ഒരു ക്ലാസിന്റെ പ്രാധാന്യം നാട്ടിൽ പോയിട്ട് പലരും സംസാരിക്കാറുണ്ട്. കാരണം ഇവിടുന്ന് കിട്ടുന്ന ഒരു എൽമ് അത് കുറെ ആളുകൾക്ക് ഹിദായത്തിലേക്ക് കിട്ടാൻ കാരണമായിരുന്നു. മാത്രമല്ല ഞാനും ഉൾപ്പെടെ, ഞാനും ശരിക്കും പറഞ്ഞ എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു സമസ്ത ഇതാണ്. ഞാൻ ഒരു അറബി കോളേജിൽ പഠിച്ച, ദക്ഷിണയുടെ ഒരു അറബി കോളേജിൽ പഠിച്ച. ഇവിടെ വന്നതിന് ശേഷം ഡോക്ടർ അഷ്റഫ് മൗലവിയുടെ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ മുഖാന്തരമാണ് റബ്ബിനെ തൗഫീഖ് കൊണ്ട് തൗഹീദ് ഉൾക്കൊള്ളാൻ പറ്റിയത്. അപ്പൊ മദീനയില് നമ്മള് ഹാജിമാരാണെങ്കിലും അവർക്ക് ചെയ്യുന്ന സേവനങ്ങൾ, അവർക്ക് ചെയ്യുന്ന ഖിദ്മത്ത്, അവർക്ക് ചെയ്യുന്ന ദഅവാ പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം എഫക്റ്റീവാണ്. കാരണം ഇവിടെ മൗലവി സാധാരണ പറയാറുണ്ട്, കാരണം ഒരു ഹാജി എന്ന് പറയുമ്പോഴും ഒരു നാട്ടിലൊരു പ്രതിനിധിയായിട്ടാണ് വരുന്നത്. അപ്പൊ ഒരാൾക്കെങ്കിലും ഒരു തൗഹീദ് കിട്ടിക്കഴിഞ്ഞാല് അദ്ദേഹത്തിന് മുഖാന്തരം പല ആളുകളിലേക്ക് അത് കിട്ടാൻ സാധ്യത വളരെയേറെയാണ്. അപ്പൊ അങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആമീൻ. നമ്മൾ പല യാത്രകളിലൊക്കെ നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഹാജിമാരുമായിട്ടുള്ള അന്നത്തെ ഒരു ബന്ധം ഇന്നും നിലനിർത്താനൊക്കെ സാധിക്കുന്നുണ്ടോ? ഇല്ല. യെസ്. ഏതായിരുന്നാലും സൂചിപ്പിച്ചതിൽ മക്കയും മദീനയും ഒക്കെ ആളുകൾക്ക് ശരിക്ക് കൃത്യമായ ദീന് കിട്ടാനുള്ള ഒരു വലിയ അവസരം എന്ത് ചെയ്തിട്ടുണ്ട്. ഉംറയാണെങ്കിലും ഹജ്ജാണെങ്കിലും അവർക്കത് കിട്ടാനുള്ള അവസരം കിട്ടി എന്നുള്ളത് വലിയ അനുഗ്രഹം തന്നെയാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് പോകാനുണ്ട്, അവസാനിപ്പിക്കുകയാണ്. എന്തു മെസ്സേജാണ് നമ്മുടെ ശ്രോതാക്കളോട്, പ്രേക്ഷകരോട് പറയാനുള്ളത്? ഈ ഹജ്ജിന്റെ പ്രത്യേകിച്ച് ഇന്നിവിടെ അറഫാട് ദിവസമാണ്. നമ്മള് ഓരോരുത്തരും ഇപ്പൊ ഈ കാലഘട്ടത്തില് ഹജ്ജ് നിർബന്ധമായവർ പോലും ഉംറ ചെയ്തുകൊണ്ട് മതിയാക്കുന്ന ഒരു അവസ്ഥ നമ്മള് പരക്കെ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഉംറ ചെയ്യാം, പക്ഷെ ഏറ്റവും നമ്മുടെ നിർബന്ധമായ കാര്യം ഹജ്ജാണ്. ആ ഹജ്ജിന് സൗകര്യമുള്ളവരും കൂടി തന്നെ ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മരണം ഭയപ്പെടേണ്ടതാണ് ഏതവസ്ഥയിലായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ നമ്മുടെ ശ്രോതാക്കളാണെങ്കിലും ആരാണെങ്കിലും ശ്രദ്ധിക്കുന്നത്. കാരണം 2, 3, 4 ഉംറ ചെയ്യുന്നവർ ഒരു ഹജ്ജ് ചെയ്യാത്തവർ ഉണ്ടാകാറുണ്ട്. അനുഭവത്തിൽ ഞാൻ പറയാം. അപ്പൊ ഹജ്ജിന്റേതായ ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ആയിരിക്കണം അതിനെ കാണേണ്ടത്. അതനുസരിച്ചുകൊണ്ട് വേണം നമ്മൾ ആ ഹജ്ജിന്റെ കാര്യങ്ങളിലേക്ക്, അതിനുവേണ്ടിയുള്ള ഒരു നീയത്ത് നമ്മൾ വെച്ച് അതിന്റെ പ്രവർത്തനങ്ങളിലേക്കും അതിന്റെ ഒരു സ്വരൂപിച്ചുകൊണ്ട് അതിന്റെ കാര്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള ടോപ്പിക്കുകളുണ്ട്. അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ ഈ ഉംറ അധികരിച്ചുകൊണ്ട് ഞാൻ മാത്രമല്ല. തീർച്ചയായിട്ടും
ബാറല്ലാഹു ഫീക്കും. നമുക്ക് പിന്നെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ്, ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജ് ചെയ്യണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. അള്ളാഹു സാധിപ്പിച്ചു തരുമാറാട്ടെ. ഈ കുറഞ്ഞ സമയത്ത് മദീനയിൽ നിന്നും നിങ്ങൾ ഈ തിരക്ക് പിടിച്ച സമയത്ത് പോലും നമ്മോടൊപ്പം ലൈവിൽ ചേർന്നതിന് വളരെ നന്ദി. അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ.